ടോവിനോയുടെ ക്യാരക്ടർ ഭയങ്കര വലിയ സ്വപ്നങ്ങളൊക്കെയാണ്. അത് ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ. പൊതുവെ നമ്മൾ അങ്ങനത്തെ കുറെ ആളുകൾ ചിലപ്പോൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ താങ്കളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളും അത് തന്നെയാണ്. ഓക്കെ, വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യൂ, പക്ഷെ ഒന്നും ചെയ്യില്ല. ക്ലൈമറ്റ് സെറ്റായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് മഴ പെയ്യും. അപ്പോൾ കാട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. തണുപ്പ് ഒന്നാമത് അട്ട തുടരെ തെന്നി വീഴുന്നത്. ഏറ്റവും കൂടുതൽ വീണിട്ടുള്ളത് സംവിധായകൻ തന്നെയാണ്. അപ്പോൾ സുരായിട്ട് വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. പുള്ളി ഒരു മൈക്കൊക്കെ എടുത്ത് പാട്ട് മിമിക്രി ഒക്കെ ആയിട്ട് ഭയങ്കര ഓളമായിരുന്നു നൈറ്റ് ഷൂട്ട്. കാരണം വയനാടാണ്, ഡിസംബറാണ്, തണുപ്പാണ്. പക്ഷേ പുള്ളി ഒരു ഭയങ്കര ഓളമാണ്. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നേരെ ടേക്കിലേക്ക് പോവുകയും ചെയ്യും. ഈ ബസ്സിനകത്തൊക്കെ ഇങ്ങനെ ലൈക്ക് വെള്ളോട് പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, പുകവലിക്കരുത് എന്ന് പറയുന്നത് വളരെ മെക്കാനിക്കലായിട്ട് കണ്ടിട്ടുണ്ട്. സാധാരണ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ദേഷ്യമല്ലേ വരിക, അത് കഴിഞ്ഞ പടം തുടങ്ങിയിരുന്നത്. പക്ഷെ ഇത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആരോ ഒരാള് നമ്മളോട് പറയുന്നത് പോലെ തോന്നുമല്ലോ. അപ്പൊ അത് അതിനകത്ത് ടൊവിനോ തോമസിന് ഒരു കൈയടി കൊടുക്കണം. ഷാഹി കബീർ വളരെ ഗൗരവക്കാരനായ ഒരു പോലീസ് ഓഫീസറാണ്. ഗൗരവപ്പെട്ട തിരക്കഥകൾ എഴുതുന്ന ആളും സംവിധാനം ചെയ്യുന്ന ആളുമാണ്. പക്ഷെ ഷാഹി കബീറിന് അഭിനയിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാനും ഞങ്ങളുടെ പടത്തിൽ നമുക്കൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ താമാന്ന് അങ്ങനെ ഷാഹി പൈസ ഒന്നും മേടിക്കാതാണ്, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി ആലപ്പുഴയിൽ നിന്ന് വയനാട്ട് വന്ന് അഭിനയിച്ചതാണ്. റിലീസിന് ശേഷം ഏറെ ചർച്ചയാവുന്ന ഒരു മൂവിയുടെ വിശേഷമായിട്ട് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ദ റൈറ്റർ അബിൻ ജോസഫ് ആണ്. ബ്രോ, വെൽക്കം ടു ക്ലബ്. താങ്ക് യു. സോ നരിവേട്ട, ആ ഒരു പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ആ ഒരു പേര്? ഫസ്റ്റ് തോട്ടായിരുന്നോ ഈ ഒരു പേര്? അതായത് ഈ ഒരു ട്രൈബൽ ട്രഡീഷൻ ഉണ്ട്, പുലി തൂക്കുന്നതാണ് അതിൻ്റെ പേര്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിയുടെ മട വളയും ആൾക്കാർ, എന്നിട്ട് പുലിയെ പിടിച്ച് പുലിയുടെ നാവരിഞ്ഞ് മുത്തപ്പന് കാഴ്ചവെക്കും. അതിൻ്റെ പേര് പുലി തൂക്കുന്ന. അപ്പം ഈ വടക്കോട്ട് പുലിക്ക് നരിന്ന് പറയാറുണ്ട് ഈ തെയ്യം കൾച്ചറിലൊക്കെ. അപ്പം അങ്ങനെ ഞാൻ ആ പുലി എടുത്തു മാറ്റിയിട്ട് നരി തൂക്കുന്ന ഇട്ടു. അങ്ങനെ നരി തൂക്ക് വർക്കിംഗ് ടൈറ്റിലാക്കിയിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതുന്നത്. വേറെ പിന്നെ പല ടൈറ്റിലുകൾ ആലോചിച്ചു. അങ്ങനെ ഒരു സംവിധായകനോട് ചേട്ടാ നമുക്ക് ആ നരി തൂക്കിനകത്തുനിന്ന് തൂക്ക് മാറ്റിയിട്ട് തൂക്കിയിട്ട് അവിടെ വേട്ട വെച്ചാൽ നല്ലതായിരിക്കില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നരി വേട്ടയാവുന്നത്. അപ്പം കുറച്ചും കൂടെ ഒരു ആളുകൾക്ക് എന്താ പറയുക പെട്ടെന്ന് കണക്ട് ആവുന്നൊരു ശരി. നരിതൂക്ക് എന്നുള്ളതിൽ കുറച്ചും കൂടെ കണക്ട് ചെയ്യുന്നത് നരിവേട്ടയാണ്. ശരിക്കും പറഞ്ഞാൽ നരിവേട്ട പോലൊരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പിറകിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് വേണം. കാരണം ഒരു കൾച്ചർ മനസ്സിലാക്കണം, അവർ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ആചാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. സോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എങ്ങനെയാണ് ഇത് പഠിച്ചത്? അത് സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ആറളം ഫാമുണ്ട്. എൻ്റെ വീട് ഇരിട്ടിയിൽ കീഴ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കണ്ണൂർ ജില്ലയിലെ കീഴ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ആറളം ഫാമുണ്ട്. അവിടെ ഈ സെറ്റിൽമെൻറ്റുകളുണ്ട് ട്രൈബ്സിൻ്റെ. അപ്പം എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാണ്, വീട്ടിൽ വരികയും പറമ്പിൽ വരികയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം പല കഥകൾ കേട്ടിട്ടുണ്ട്, അവിടുത്തെ ആചാരങ്ങളെ പറ്റി ഒറ്റയൊക്കെ നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ലൈഫ് നന്നായിട്ട് അറിയാം, അവരുടെ ഒരു ജീവിതം. എൻ്റെ ക്ലാസ്മേറ്റുകളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ഒരു ആ ലൈഫ് എന്താണെന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ സത്യം പറഞ്ഞാൽ എഴുത്തിൽ വന്നിട്ടില്ല. പിന്നെ ആ ഒരു ക്യാരക്ടറിനെ ഫോളോ ചെയ്ത് പോകാന്നുള്ളൊരു സ്കീമാണ് ഞാൻ പിടിച്ചത് തിരക്കഥയിൽ. ടോവിനോ അവതരിപ്പിക്കുന്ന വർഗീസ് പീറ്റർ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ ഫോളോ ചെയ്യുക, അയാളുടെ ഒരു ഇമോഷനൊപ്പം പോകാന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ മറ്റ് ക്യാരക്ടേഴ്സും വരികയും. അഭിനബ്രോ നല്ലൊരു സ്റ്റോറി ടെല്ലർ ആണെന്നുള്ളത് സ്ക്രീനിലേക്ക് ആ ഒരു സ്റ്റോറി പോകുന്നത് കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിലൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പുതിയ തലമുറയ്ക്ക്, പുതിയ പിള്ളേർക്ക് പൊളിറ്റിക്കലി അവർ വലിയ ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം മൂവി റിലീസ് ആയതിനു ശേഷം പൊളിറ്റിക്കലി കൂടെ ഒരു മൂവി സംസാരമാവുന്നുണ്ട്. സോ ഇപ്പോഴത്തെ പിള്ളേരുടെ പൊളിറ്റിക്സിനെ കുറിച്ച് അഭിനബ്രോയ്ക്ക് എന്താ പറയാ? എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഇന്ന് രാവിലെ എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചു. ആളുടെ മകൻ SLC കഴിഞ്ഞ് പിന്നെ വെക്കേഷനിലാണ്. അപ്പോൾ ഇവർ ഫ്രണ്ട്സ് കൂടി 4-5 പിള്ളേർ പോയി പടം കണ്ടു. അപ്പോൾ തിരിച്ചു വന്നിട്ട് പടം കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു അമ്പരപ്പ് തോന്നി പുള്ളിക്ക്. പുള്ളി ചാനൽ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം, അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു, തുടക്കം തൊട്ട് നല്ലതാണ്, ടോവിനോയുടെ പെർഫോമൻസ് നല്ലതാണ്, എൻഗേജിങ് ആണെന്ന് പറഞ്ഞു. അപ്പം ഈ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അറിയാത്ത ആളുകൾക്കും ഇഷ്ടപ്പെടണം, അതാണല്ലോ സിനിമ. നമ്മളിപ്പോൾ എല്ലാവരും ഇത് പഠിച്ചിട്ട് തിയേറ്ററിൽ വരണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ ആര് കണ്ടാലും സിനിമ എന്നുള്ളതിൽ എൻഗേജ് ചെയ്യിക്കുക. പിന്നെ ഇതിന്റെ ബാക്കി ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ഒക്കെ അവർ പിന്നീട് ചർച്ചയാവുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. അത് എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ് അത് മാത്രമേ നമ്മുടെ ഒരു കൺസേൺ. സത്യത്തിൽ നമ്മുടെ നരിവേട്ട ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ റിലീസ് ചെയ്തതിന് ശേഷം മുത്തങ്ങ കലാപമായിട്ട് ചേർത്ത് വെച്ചിട്ട് കുറേയധികം പേര് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കേരളം അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഓർക്കുമ്പോൾ ഇത്രയും വിഷമിക്കുന്ന ഒരു ഇൻസിഡന്റ് മറ്റൊന്നുമില്ല.
മൂവി തുടങ്ങി വെക്കുമ്പോഴേ പറയുന്നുണ്ട് ഈ കഥയും കഥാപാത്രങ്ങളും ഒക്കെ സാങ്കല്പികമാണ് എന്നുള്ളത്. പക്ഷെ ഇൻഡയറക്ട്ലി അവിടെ ഒരു കണക്ഷൻ ഉണ്ടോ? അതൊരു റൈറ്റർ ബ്രില്യൻസ് ആണോ? അതായത് മുത്തങ്ങ കലാവെന്ന് പറയാൻ പറ്റില്ല, മുത്തങ്ങ സംഭവം എന്ന് പറയാം. അപ്പം അതുൾപ്പെടെ പല നമ്മൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള പല സമരങ്ങളും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സത്യമില്ല, നമ്മൾ പണ്ട് ശരിക്കും 80കളിലൊക്കെ IV ശശി, T ദാമോദരൻ സിനിമകളുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഭയങ്കര സമരങ്ങൾ, വെടിവെപ്പ്, പോലീസ്, അതുകൊണ്ട് മാസ് വേഴ്സസ് പോലീസ് എന്ന് പറയുന്ന മാസ് വേഴ്സസ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. പിൽക്കാല സിനിമകൾ അത് കുറഞ്ഞു വന്നു. അത് സ്വാഭാവികമാണ്, കാരണം അന്ന് സൊസൈറ്റിയിലും അങ്ങനത്തെ സംഗതികളുണ്ടായിരുന്നു, ഭയങ്കരമായ സമരങ്ങൾ, ഫാക്ടറി സമരങ്ങൾ, തൊഴിലാളി സമരങ്ങൾ. ഇപ്പോൾ പക്ഷേ അത്തരം സമരങ്ങൾ അധികം ഇല്ലല്ലോ. നമുക്ക് ഓർത്ത് പറയാൻ പറ്റുന്ന ഏതെങ്കിലും സമരമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി റീവിസിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളിത് എൻഡ് ഓഫ് ദി ഡേ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടണം. അപ്പം നമ്മൾ പോപ്പുലറായ ചില ഐക്കൺസിനെ നമ്മൾ റെഫറൻസ് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ മുത്തങ്ങ സംഭവം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഉണ്ട്. അതാണ് ആ ഒരു പ്ലോട്ട് പോയിന്റ് പോലെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ചീയമ്പം ഭൂസമരം എന്ന് പറയുന്ന ഒരു സമരം സെറ്റ് ചെയ്യുന്നതും ഒക്കെ. ഡയറക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ കാര്യമില്ല, അതൊരു ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുമ്പോഴേ നടപടിയാകത്തുള്ളൂ. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയല്ലേ, അല്ലെങ്കിൽ ഒരു പോപ്പുലർ മെയിൻ സ്ട്രീം സിനിമയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ടോവിനെ പോലെ ഒരു സൂപ്പർ താരത്തെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ആ റെഫറൻസുകൾ വേണമെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സംഗതികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ഒരു സിനിമയ്ക്ക് ശേഷം വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംസാരമാവുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഒരുപാട് കാലമായി മുത്തങ്ങ ഇൻസിഡന്റ് ആയാലും ചെങ്ങറ സമരം ചെയ്യുമ്പോൾ അതൊന്നും മെയിൻ സ്ട്രീം ഇതിൽ മീഡിയ ഒന്നും ടേക്കപ്പ് ചെയ്യുകയോ വലിയ ഡിസ്കഷൻ പോയിന്റ് ആവുകയോ ചെയ്തിട്ടില്ല. പടം വന്നതിന് ശേഷം അതൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് കിട്ടുന്ന വാല്യൂ അഡീഷൻസ് ആണത്. മനസ്സിലായി. ഈ ഒരു വർഗീസ് എന്നുള്ള ക്യാരക്ടർ ടോവിനോയ്ക്ക് വേണ്ടി തന്നെ സെറ്റ് ചെയ്തതാണോ? വേറൊരു ഓപ്ഷൻ നമ്മൾ ആലോചിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ എനിക്കിതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നത് ശരിക്കും ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ്. ഇങ്ങനെ ഒരു സാധാരണക്കാരനായ ഭയങ്കര ഡ്രീമുള്ള എന്നാൽ വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഒരു ഇഷ്ടമില്ലാത്ത ഒരു ജോലിക്ക് കയറുന്നു. അയാൾ അതിൽ എന്തൊക്കെ ക്രൈസ്, അത് പോലീസാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ എന്തൊക്കെ ക്രൈസ് ആയിരിക്കും അവിടെ ഫേസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള അതിൽ നിന്നാണ് ഈ ഐഡിയ തുടങ്ങുന്നത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ അതിനെ വിളിച്ചതിൻ്റെ ഒരു ടോട്ടൽ സ്റ്റോറി പറഞ്ഞപ്പം നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് നമുക്കെന്നാൽ ടോവിയുടെ അടുത്ത് പറയാം എന്നുള്ള അതായത് അങ്ങനെ ഒരു ദിവസം രാത്രിക്കാണ് ഇവിടുത്തെ ഒരു ഹോട്ടലിൽ രാത്രി ഒരു 10-12 മണിയായിട്ടുണ്ടാവും. ടോവി എവിടെയോ പോയിട്ടൊക്കെ വന്നതാണ്, ഫാമിലിയൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് രാത്രിയാണ് കഥ പറഞ്ഞത്. 2:30 എന്തോ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ കുറേ നേരം വർത്താനൊക്കെ. അൻരാജും ടോവിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. 7th ഡേ ഒക്കെ കഴിഞ്ഞ ആ സമയം തൊട്ട്. അന്ന് അൻരാജ് അതിൽ അസോസിയേറ്റും ടോവി അതിൽ നടനുമായിരുന്നു അന്ന്. അപ്പം കുറേ കഥയൊക്കെ വർത്താനമൊക്കെ ഇങ്ങനെ പറഞ്ഞത് അവസാനം ഒരു 15-20 മിനിറ്റിലാണ് കഥ പറയുന്നത്. അപ്പം അന്ന് ടോവി അത് ചെയ്യാമെന്ന് പറഞ്ഞിടത്താണ് സിനിമ സെറ്റ് ആവുന്നത്. എനിക്കൊന്ന് ടോവിനോയുടെ ക്യാരക്ടർ ഭയങ്കര വലിയ സ്വപ്നങ്ങളൊക്കെയാണ്. അത് ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുള്ളൂ. പൊതുവെ നമ്മൾ അങ്ങനത്തെ കുറെ ആളുകൾ ചിലപ്പോൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ അവരിൽ നിന്ന് റെഫറൻസ് എടുത്ത് താങ്കളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളും അത് തന്നെയാണ്. ഓക്കെ. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യൂ, പക്ഷെ ഒന്നും ചെയ്യില്ല. പക്ഷെ എങ്കിലും ടൈം ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് നടക്കും. മെയിൻ സംഭവങ്ങളൊക്കെ നടക്കുന്നത് വയനാട്ടിലാണ്, പക്ഷെ ആളൊരു ആലപ്പുഴക്കാരനാണ്, എന്റെ നാട്ടിലാണ്. അപ്പോൾ അതെന്താണ് അങ്ങനെയാണ് പ്ലേസ് ചെയ്തത്? അത് അങ്ങനെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തത്. അതായത് കുട്ടനാട് എപ്പോഴും ചുറ്റും വെള്ളം, തോണിയിൽ കൊതുമ്പ് വെള്ളം തോന്നി പോകുന്ന ആൾക്കാർ അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് നേരെ കാട്ടിലേക്ക്. അപ്പൊ അതൊക്കെ കഥാപാത്രത്തിന്റെ ഒരു യാത്ര അങ്ങനെ കാടില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് നേരെ കാടിന്റെ ഉള്ളിലേക്ക്. ഓക്കെ, അങ്ങനത്തെ ഒരു കണക്ഷൻ. എത്ര ടൈം എടുത്തു തിരക്കഥ മൊത്തത്തിൽ എഴുതി തീർക്കാൻ? സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസം എടുത്തുള്ളൂ, ഒരു 6-7 ദിവസം എടുത്തിട്ടുള്ളൂ. ഓക്കെ, അത്രയും കൊണ്ട് നമ്മൾ മൂവി കംപ്ലീറ്റ് ആയി. പിന്നീട് അത് ഷൂട്ടിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്തു. നോൺ ലീനിയർ അന്ന് ആദ്യം എഴുതുന്ന ലീനിയർ ആയിട്ടായിരുന്നു കഥ പറയുന്നത്. പിന്നീട് അതിനകത്ത് ഒരു നോൺ ലീനിയർ ഇപ്പൊ കാണുന്ന പോലെ നോൺ ലീനിയർ സ്ട്രക്ചർ കൊണ്ടുവരുന്നത് ഷൂട്ടിന് തൊട്ട് മുമ്പ്. അനുരാജ് ബ്രോ ഒരു നീണ്ട ഗ്യാപ്പ് വന്നു. 2019 ഇഷ്ക്, ദെൻ ഇപ്പോൾ 2025. ഇത്രയും ഗ്യാപ്പ് വന്നത്? അനുരാജിന് ഗ്യാപ്പ് വന്നത് പിന്നെ ഇടയ്ക്ക് കോവിഡ് 2 വർഷം നമുക്ക് മൈനസ് ചെയ്യാം. പിന്നെ വേറെ ഒരു കഥ അവൻ വർക്ക് ചെയ്ത് അത് ഒരു ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ബാക്കി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഞാനും അനുരാജുമായിട്ട് ഈ നരിവേട്ടയ്ക്ക് മുമ്പ് സത്യത്തിൽ ഞങ്ങൾ ആലോചിച്ചത് വേറൊരു കഥയാണ്. അത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു. ആ കഥ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ഐഡിയ കിട്ടുകയും ഇതാണ് ആദ്യം നടന്നത്. അപ്പം അവൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, കഥകൾ കേൾക്കുന്നു, സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നു, വായിക്കുന്നു, സിനിമ കാണുന്നു. പിന്നെ ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നാളെ ഒരു സിനിമ നടക്കില്ലല്ലോ. ഇത് ഒരുപാട് ഘടകങ്ങൾ എല്ലാം കൂടെ ഒരു പോയിന്റിൽ ഇതാകുമ്പോഴാണ് ഇത് സിനിമ വരുന്നത്. അപ്പം പക്ഷെ അനുരാജ് ഭയങ്കര ഉത്സാഹിയായ സംവിധായകനാണ്. അടിപൊളി. ഹൈപ്പർ. അപ്പോൾ പുതിയ എന്തെങ്കിലും വർക്കുകൾ ഞങ്ങൾ 1-2 സബ്ജക്റ്റുകൾ ഇങ്ങനെ ഡിസ്കഷൻ വർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന്
പയ്യെ ഒരു പ്രോജക്റ്റ് എന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം. ഓക്കെ, എനിക്കൊന്ന് നമ്മുടെ നരിവേട്ട തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും 1-2 കാര്യങ്ങൾ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ഒന്ന്, ഇതിനൊരു മലയാളത്തിൽ പൂർവ്വ മാതൃകയില്ല എന്ന് പറഞ്ഞൊരു സംഭവം, അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ടെംപ്ലേറ്റുകൾ പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല. ടെംപ്ലേറ്റ് ഇപ്പം ഇത്രയും ഒരു വലിയ പടം, ഇത്ര ബജറ്റുള്ളൊരു പടം, ടോവിനെ പോലെ ഒരു സൂപ്പർ ഹീറോ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഫൈറ്റ് വെക്കാം, റിവെഞ്ച്, മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധ്യതകളിലേക്ക് പോവാം. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു ഇമോഷണൽ ക്ലൈമാക്സ് തന്നെയാണ് ഈ സിനിമയ്ക്ക്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ്. അത് ഡയറക്ടറും ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും ആരും അങ്ങനെ അതിൽ വലിയ മസിൽ പിടുത്തങ്ങൾ നടത്തിയിട്ടില്ല. അപ്പം നമ്മൾ ബോധപൂർവ്വം തീരുമാനിച്ചതല്ല ശരിക്കും. ഈ നമ്മൾ വളരെ ജെന്യുവനായിട്ട് ഈ ക്യാരക്ടറിനെയും ഈ സ്റ്റോറിയെയും ഒക്കെ അങ്ങ് ഫോളോ ചെയ്ത് പോയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, മറ്റേ സാധാരണ നമ്മൾ സിനിമകൾക്ക് മുമ്പിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, പുകവലിക്കരുത് എന്ന് പറയുന്നത് വളരെ മെക്കാനിക്കലായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നരിവേട്ട വന്നപ്പോഴേക്കും ഒരു ഭയങ്കര കാഷ്വൽ, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മളോട് പറയുന്ന ഒരു ഫീൽ വന്നു. അതോ സാധാരണ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ദേഷ്യമല്ലേ വരിക, ഇത് കഴിഞ്ഞ പടം തുടങ്ങിയിരുന്നത്. പക്ഷെ ഇത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആരോ ഒരാൾ നമ്മളോട് പറയുന്നത് പോലെ തോന്നുമല്ലോ. അപ്പോൾ അത് അതിനകത്ത് ടൊവിനോ തോമസിന് ഒരു കൈയടി കൊടുക്കണം. ഓക്കെ, അത് ടൊവിനോയുടെ ഐഡിയ ആയിരുന്നോ? അടിപൊളി സെറ്റ്. അത് പക്ഷേ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആ ഒരു സംഭവമുണ്ട്, അത് അടിപൊളിയാണ്. നരിവേട്ട മൂവി എന്ന് പറയുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ പൊളിറ്റിക്കലി ഉള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി ടഫാണ്, ഇച്ചിരി റഫാണ്. സോ അതെങ്ങനെയാണ് താങ്കൾ ഡീൽ ചെയ്തത്? ടഫും ഇതല്ല, റിസ്ക് ആണ്. അതന്നെയാണ് ബേസിക്കലി, റിസ്ക് ആണ്. റിസ്ക് എടുക്കാന്നുള്ളൂ. പിന്നെ നമ്മളിതിനകത്ത് ബേസിക്കലി അങ്ങനെ ആരെങ്കിലും പർട്ടിക്കുലർലി ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല, കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ വളരെ ജെന്യുവനായിട്ട് കഥ പറഞ്ഞു പോവുക, ആ ഇമോഷൻ ആളുകൾക്ക് കിട്ടുക, ഇതേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ നമ്മളങ്ങനെ മറ്റ് എന്താ പറയുക അങ്ങനത്തെ ടെൻഷൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ഏറ്റവും ജെന്യുവനായിട്ട് സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്തിട്ടും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് നോക്കാം എന്നുള്ളൂ. ആ റിസ്ക് നമ്മൾ എടുക്കണമല്ലോ. അല്ലാതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റത്തില്ല. മിനിമം റിസ്ക് എല്ലാറ്റിലും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പൊളിറ്റിക്കലായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് കഥ പറയുമ്പോൾ, സെൻസിറ്റീവ് ആയ ഒരു കഥ പറയുമ്പോൾ എപ്പോഴും ഒരു റിസ്ക് ഉണ്ടാവും. അത് മാത്രമല്ല, ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും തൊട്ടാ കൈ പൊള്ളുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് പറയുക എന്ന് പറയും, ഇപ്പോൾ ഒരു സിനിമയിൽ പൊളിറ്റിക്സ് സംസാരിക്കപ്പെടുമ്പോൾ അത് റൈറ്ററുടെ ഒരു ഭയങ്കര ഒരു വിഷൻ കൂടി ആ ഒരു മൂവിയിൽ ആഡ് ആവുന്നുണ്ട്. പണ്ടത്തെ പോലെ ഇപ്പോൾ ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ടോളറൻസ് വളരെ കുറവാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പെട്ടെന്ന് ഹേർട്ടാകുമ്പോൾ സഡൻ റിയാക്ഷൻ വരും. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കൂട്ടമായിട്ട് വരും, മോബ് ലിഞ്ചിങ് ഒക്കെ പോലെ വരും. അപ്പം അത് നമ്മൾ കെയർഫുൾ ആവണം, ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് സിനിമയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഷാഹി കപൂർ ബ്രോനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു അത്? അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഷാഹി കപൂർ വളരെ ഗൗരവക്കാരനായ ഒരു പോലീസ് ഓഫീസറാണ്, ഗൗരവപ്പെട്ട തിരക്കഥകൾ എഴുതുന്ന ആളും സംവിധാനം ചെയ്യുന്ന ആളുമാണ്. പക്ഷേ ഷാഹി കപൂറിന് അഭിനയിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, ഞാനും ഷാഹി ആയാലും അനുരാജും ഷാഹി ആയാലും നമ്മളെല്ലാം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആളുകളാണ്. അപ്പോൾ പറയും, നിങ്ങളുടെ പടത്തിൽ നമുക്കൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ താൻ അങ്ങനെ ഷാഹി പൈസ ഒന്നും മേടിക്കാതാണ്, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി ആലപ്പുഴയിൽ നിന്ന് വയനാട്ട് വന്ന് അഭിനയിച്ചതാണ്. ഓഹോ, ആളുടെ സിനിമ ഇപ്പോൾ ഇലവിഴ പൂഞ്ചിറയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പോലീസ് മോഡിലുള്ള പടമാണ്. സോ നിങ്ങൾ ഒരു പോലീസ് കണക്ഷൻ കൂടെ അവിടെ വന്നിട്ടുണ്ട്. ശരിക്കും ഷാഹി എനിക്ക് തോന്നുന്നു ഹെഡ് കോൺസ്റ്റബിൾ ആ പോസ്റ്റാന്ന് തോന്നുന്നു. പക്ഷെ സിനിമയിൽ CI കുറഞ്ഞൊന്നും ചെയ്യില്ല, SI CI ഒക്കെ വേണം, മിനിമം ഒരു CI വേണം. ഷായി നന്നായി ചെയ്യും. ഷായിക്ക് പോലീസിങ്ങിന്റെ ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാലോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഷായി അത് പിക്കപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു പോലീസ് സ്റ്റോറി പറയുമ്പോഴേക്കുമുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. കാരണം എങ്ങനെയാണ് ഇവരുടെ ഒരു ക്യാമ്പ് കാര്യങ്ങൾ, അവരുടെ ഈ ബസ്സിനകത്തൊക്കെ ഇങ്ങനെ ലൈക്ക് വെള്ളോട് പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുന്നു, അത് ഞാൻ കഴിഞ്ഞിട്ടതാണ്. ബസ് എന്ന് മാത്രമല്ല ക്യാമ്പ് നടക്കുന്നിടത്തും ഒക്കെ ഉള്ളത് അതൊരു സിനിമാറ്റിക് ഫ്രീഡം എടുത്തങ്ങ് ഇട്ടതാണ്. ഷാഹിയോ അല്ലെങ്കിൽ ഷാഹിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഷാജി മാറാട്, നിതീഷ് ജി ഒക്കെ തിരക്കഥാകൃത്തുക്കൾ, ഇവരെല്ലാം പോലീസുകാരാണ്. അതുപോലെ പക്ക ഒരു പോലീസ് പ്രൊസീജിയർ ഡ്രാമ അല്ല നമ്മുടേത്. നമ്മൾ കുറച്ച് സിനിമാറ്റിക് ലിബർട്ടി ഒക്കെ എടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പക്ക എല്ലാം അങ്ങനെ നോക്കി ചെയ്തില്ല. അങ്ങനെ നമുക്ക് അതിനകത്ത് ലോജിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന ചില സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല പക്ക ലോജിക്ക് നോക്കിയാൽ. അതോടൊപ്പം തന്നെ സുരാജേട്ടൻ ചെയ്ത റോളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു ഇമ്പാക്ട് സ്ക്രീനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ സുരാജേട്ടൻ്റെ ഭയങ്കര ഇമോഷണൽ റോളാണ് ശരിക്കും ആ സിനിമയിൽ. നമ്മളെ ഭയങ്കര ടച്ച് ചെയ്യുന്ന ഒരു റോളാണ്. അദ്ദേഹം ഭയങ്കര കൺട്രോൾഡ് ആയിട്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും ഇൻഡെപ്ത് അഭിനയമാണ് ശരിക്കും അത്. പക്ഷേ സുരാജേട്ടൻ ഷൂട്ട് ഇല്ലാത്ത സമയത്ത് ഭയങ്കര രസമായിരുന്നു. വയനാട്ടിൽ പുള്ളി ഷൂട്ട് നടക്കുന്ന സമയത്ത് സുരാജേട്ടൻ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അതായത് രണ്ട് സൈഡിലുമായിട്ട് ഏതാണ്ട് 600-700 ആർട്ടിസ്റ്റുകൾ 10-35-40 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ സുരാജേട്ടൻ വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. പുള്ളി ഒരു മൈക്കൊക്കെ എടുത്ത് പാട്ട്,
മിമിക്രി ഒക്കെ ആയിട്ട് ഭയങ്കര ഓളമായിരുന്നു നൈറ്റ് ഷൂട്ട്. കാരണം വയനാടാണ്, ഡിസംബറാണ്, തണുപ്പാണ്. പക്ഷേ പുള്ളി ഒരു ഭയങ്കര ഓളമാണ്. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നേരെ ടേക്കിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവം. വയനാട് ക്ലൈമറ്റ് ഒക്കെ സെറ്റ് ആയിരുന്നല്ലോ? ക്ലൈമറ്റ് സെറ്റ് ആയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് മഴ പെയ്യും. അപ്പോൾ കാട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ആകെ പ്രശ്നമാകും. തണുപ്പ് ഒന്നാമത്, അട്ട, പിന്നെ തെന്നി വീഴും. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല, ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ കിടക്കുന്ന. അപ്പം തുടരെ തെന്നി വീഴുക. ഏറ്റവും കൂടുതൽ വീണിട്ടുള്ളത് സംവിധായകൻ തന്നെയാണ്. ഒരുപാട് ഘട്ടം വീണു. ഈ ആന, പുലി അങ്ങനത്തെ പ്രശ്നങ്ങൾ? മാനുകൾ രാവിലെ വെളുപ്പിനെ അവിടെ ഷൂട്ടിന് പോകുമ്പോൾ മാനുകൾ ഓടിപ്പോകുന്നതാണ്, വൈകുന്നേരവും ഓടിപ്പോകുന്നതാണ്. ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഷൂട്ടിന് ചെന്നപ്പോൾ ചോദിച്ചു ആരെങ്കിലും മിസ്സായിട്ടുണ്ടോന്ന്. ഇല്ല, ആരും മിസ്സൊന്നും ആയിട്ടില്ല. എന്ത് പറ്റിയപ്പോഴത്തേക്കും ക്യാരവനുകൾ പാർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ ബ്ലഡ് കണ്ടു. അപ്പം കടുവ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള ഇത് മനസ്സിലായി. അപ്പോൾ മാനിനെ മറ്റേ പിടിച്ചാണ്. അപ്പോൾ ആൾക്കാർ, നാട്ടുകാർ, അവിടെയുള്ള കടക്കാരൊക്കെ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ? അത് പിന്നെ എനിക്ക് തോന്നുന്നു 800 ഏക്കർ 900 ഏക്കർ ഉള്ള ഒരു പ്രൈവറ്റ് കാടാണ്, ബീനാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷെ അവിടെ ഇതെല്ലാം ഉണ്ട്, മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ചെറുതുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലെന്നുള്ളൂ. ഇതിലും വലുതുണ്ട്. അല്ല, ഈ ആളും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ കടുവയൊന്നും അടുക്കില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതെ, സിനിമയിൽ പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ അധികാരത്തിനെതിരായ മനുഷ്യന്റെ പോരാട്ടം എന്ന് പറയുന്നത് മറവിക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമാണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ല, മിലാൻ കുന്ദേര പറഞ്ഞാണ്. അതെ, അതൊന്ന് ഷെയർ ചെയ്തു, അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നമ്മൾ അത് മാക്സിമം കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴേക്കും അത് ഭയങ്കര ഒരു, അതെ, ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കണമല്ലോ. അതാണല്ലോ, അതാണ് അത് നല്ല പോസിറ്റീവ് കോസിന് വേണ്ടി ഓർമ്മിപ്പിക്കുമ്പം ഇപ്പം ആദിവാസികൾക്കായാലും ഗോത്ര ജനവിഭാഗത്തിനായാലും ഈ സിനിമ ഇറങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് മീഡിയ ഒക്കെ ഒന്ന് ക്യാമറ തിരിച്ചാൽ, ആ പ്രശ്നങ്ങൾ മനസ്സിലായാൽ, അത് ഭരണാധികാരികൾ കണ്ട് എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ അത് നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും മനുഷ്യർക്ക് ഗുണം കിട്ടുന്ന കാര്യമാണല്ലോ. അതെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ടച്ചിങ് ആയിരുന്നു, പ്രത്യേകിച്ച് ആ ഒരു സീൻ ലൈക്ക് മൂവിയിൽ കൂടെ വന്ന സമയത്ത്. പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ടൊവിനോ ആ കുട്ടിക്ക് ആപ്പിൾ കൊണ്ട് കൊടുക്കുന്നൊരു സീനുണ്ട്. അത് ഈ കുട്ടികളെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അങ്ങനത്തെ ഒരു തീമാറ്റിക് റെപ്രസെന്റേഷൻ. അങ്ങനെ തീമാറ്റിക് റെപ്രസെന്റേഷൻ ഇല്ല, പക്ഷേ അതിനകത്ത് ഉപയോഗിക്കുന്ന പ്ലേ അതാണല്ലോ. ടൊവിയുടെ ക്യാരക്ടർ ചെയ്യുന്നൊരു പ്ലേ ആണ്, അതൊരു ട്രാപ്പാണ്. അപ്പം അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, സന്തോഷം. എനിക്ക് പെട്ടെന്ന് ബൈബിൾ കണക്ഷനാണ് വന്നത്. അതായത് മറ്റേ ആദം ഹവ്വ, പാമ്പ് വലം കാണിച്ച് അങ്ങനത്തെ ഒരു സംഭവമാണ് ഫീൽ ചെയ്തത്. അത് അത്തരം ട്രാപ്പുകളുടെ എല്ലാം ഒരു റൂട്ട് അവിടെ കിടക്കുന്നുണ്ട്. സോ ആ ഒരു കണക്ഷനാണ്. അതെ അതെ അതെ, ആപ്പിൾ വെക്കാനുള്ള കാരണം അതിൽ നിന്ന് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകമായിട്ട് തോന്നിയൊരു കാര്യം, നമ്മൾ ആദിവാസി ഭാഷ, അത് നമ്മളങ്ങനെ വളരെ റെയർ ആയിട്ടേ കേട്ടിട്ടുള്ളൂ. സോ അത് എങ്ങനെയാണ്, അത് പ്രോപ്പർ അങ്ങനെ തന്നെയാണോ? ഞാൻ ആ ഭാഷ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനീ പറഞ്ഞില്ലേ, ആറളം ഫാം ഞങ്ങളുടെ വീടിൻ്റെ ആ പരിസരത്താണ്. അപ്പം അവർ സംസാരിക്കുന്ന ഭാഷ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഇപ്പുറത്തുള്ള ആളുകൾ കളിയാക്കി പറയും, ഈ ഭാഷ ഉപയോഗിച്ച് കളിയാക്കി പറയും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഷയുണ്ട്. പക്ഷേ ഇത് എഴുതി വെക്കൽ വലിയ പാടാ. തിരക്കഥയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷേ ഓറലി പറയുമ്പോൾ ഓക്കെയാണ്. അപ്പം ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അതിനകത്ത് ഒരു എന്താ പറയുക, മയപ്പെടുത്തിയുള്ള ഒരു എഴുത്തും, അത് പെർഫെക്റ്റ് ഒന്നുമല്ല, മയപ്പെടുത്തി എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എഴുതി വെച്ചു. പിന്നീട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് അഭിനയിച്ച ഒരുപാട് ഈ അവിടെ തന്നെയുള്ള ആദിവാസി ഊരുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അഭിനയിച്ചത്. അവരെല്ലാം റിയലാണ്, ആ വയനാട്ടുകാർ തന്നെയാണ്. അപ്പോൾ അതിലൊന്ന് 2 ആൾക്കാരുണ്ടായിരുന്നു. അവർ ആരെയും പ്രണവിനെ ഹെൽപ്പ് ചെയ്തു. കറക്റ്റ് ഡയലോഗ് ഇന്നതാണ്, ഇത് അവരുടെ ഭാഷയിൽ എങ്ങനെ പറയും, അതിൻ്റെ ഒരു താളം ഉണ്ടാവുമല്ലോ ഇപ്പോൾ എല്ലാ ഭാഷയും. ഇപ്പോൾ എന്നാ ഉണ്ടാവുകയെന്ന് ചോദിക്കുന്നതും അതിന് താളമുണ്ട്. അതേപോലെ ആ ഭാഷയ്ക്ക് താളമുണ്ട്. ആ താളം അവർ പറഞ്ഞു കൊടുത്ത് ചെയ്തു. അതിൽ പ്രണവും ആര്യ സലീമും അവരുടെ പേഴ്സണൽ എഫേർട്ടും അവരുടെ പെർഫോമൻസും അതിനാണ് നന്ദി പറയേണ്ടത്. കാരണം ആ ഒരു ലാംഗ്വേജും കൂടെ വന്നപ്പോഴേക്കും മൂവി ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഭാഷ അവരെ കൊണ്ട് പറയിക്കുന്നത് ശരിയല്ലോ. അത് അതിൽ തന്നെ പറയുന്നതാണ് അതിന്റെ ഭംഗിയും സത്യസന്ധതയും. അതാണ് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, പക്ഷെ അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് വേറെ ഇന്റർപ്രിട്ടേഷൻ വേണമെങ്കിൽ കൊടുക്കാമല്ലോ. ഓക്കെ, അങ്ങനെ കൂടെ ഉണ്ട്. അതെ. ദെൻ ചേരന്റെ കാസ്റ്റിംഗ്, അത് ചേരയാണോ മൂർഖനാണോ എന്നൊരു ഡയലോഗ് ഉണ്ട്. സോ അതെന്തായിരുന്നു? അത് ചേരൻ സാറിനെ വെച്ചിട്ട് എഴുതിയതല്ല കേട്ടോ, അത് സ്ക്രിപ്റ്റിലുള്ള ഡയലോഗായിരുന്നു. ചേരൻ സാറിന് വരുന്നതിന് മുന്നേ ഇയാള് ഇന്ന ആളാന്ന് പറയുമ്പോൾ ഇത് ചേരയാണോ മൂർഖനാണോ അത് കൊത്തു കിട്ടുമ്പോഴേ അറിയുള്ളൂ. അപ്പം ചേരൻ സാറിനെ കാസ്റ്റ് ചെയ്യുന്നത് നമ്മളിങ്ങനെ പല ആലോചിച്ചു. അതായത് ഒരു തമിഴ് മനുഷ്യൻ കേരള വർക്ക് ചെയ്യുന്ന IPS ഓഫീസർ. അപ്പോൾ പല ഓപ്ഷൻസ് ആലോചിച്ച് കഴിഞ്ഞിട്ട് അവസാനം ചേരൻ സാറിനെ പറ്റി ആലോചിച്ചപ്പോൾ അദ്ദേഹം മലയാളത്തിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നു, കഥ പറയുന്നു.
ഒരു 2 ദിവസം സമയം തരണമെന്ന് പറയുന്നു. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം ചെയ്യാമെന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെയാണ് അറിയുന്നത് ചേരൻ സാറ് പോലീസ് റോൾ അഭിനയിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ബോർഡർ ലൈൻ ക്യാരക്ടറാണ്. എന്താണെന്ന് ഈ ചോദ്യമാണ് ഇങ്ങനെ നിൽക്കേണ്ടത്, ചേരയാണോ മൂർഖനാണോ എന്നുള്ളത്. അത് വെളിപ്പെടുത്താതെ അദ്ദേഹം ബ്യൂട്ടിഫുള്ളായി അഭിനയിച്ചു. അതെ, ബോർഡർ ലൈൻ ക്യാരക്ടറാണ് അത്. പക്ഷെ അത് അദ്ദേഹം മധു എന്നുള്ള പേരുകളൊക്കെ ഉപയോഗിച്ചത് അത് കൃത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. മധു എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മധു ഇങ്ങനത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയുടെയും ഒരു ഗോത്ര ജീവിതത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒബ്വിയസ്ലി നമുക്ക് ഓർമ്മ വരുന്ന അത് അങ്ങനെ തന്നെ വെച്ചതാണ്. വർഗീസും അത് തന്നെയാണ് ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ശരിക്കും നമ്മൾ അവരുടെ ലൈഫ് നമുക്ക് നന്നായിട്ട് സ്ക്രീനിൽ കാണിക്കാൻ പറ്റി. അല്ലെങ്കിൽ അവരുടെ ഫൈറ്റിന്റെ ഒരു മുഖം, കാരണം ഇടയ്ക്ക് പറയുന്നുണ്ട് കാട് അവരുടേതാണ്, പക്ഷേ അവിടുന്ന് അവർക്കൊന്നും എടുക്കാൻ പറ്റില്ല. അത് എന്തെങ്കിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നമാണ്. അപ്പോൾ അവരെങ്ങനെ ജീവിക്കും എന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ മൂവിൽ നന്നായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്പോയിലർ ഒന്നും പറയുന്നില്ല. അതിനകത്ത് ടോവിനോ കൈ കാണിച്ച് അല്ലെങ്കിൽ വർഗീസ് കൈ കാണിച്ച് കയറിപ്പോകുന്ന വണ്ടിയുടെ പേര് നീതിമാൻ എന്നാണുള്ളത്. സോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആദ്യമേ ഒരു റെഫറൻസ് കൊടുത്തതാണ്. ഓക്കെ, ആളാണ് കറക്റ്റ് എന്നുള്ളത്. അത് പടം കണ്ടു കഴിയുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ശരിക്കും ടൊവിനോയുടെ ക്യാരക്ടറിന്റെ ഒരു യാത്ര നീതിമാനിലേക്കുള്ള ഒരു യാത്രയാണ്. നീതിമാനല്ലാത്ത ഒരാൾ ശരിക്കും, കാരണം ടൊവിനോയുടെ ലൈഫ് നോക്കുമ്പോഴേക്കും ആള് ഭയങ്കര ഓവറായിട്ട് പ്രതീക്ഷയുള്ള വലിയ ഒരു നീതിമാനായിട്ട് നോക്കുന്നു. കാരണം ഫൈറ്റ് വരുന്നു, ഒരു ചെറിയൊരു വില്ലനിസം ഫീൽ ചെയ്യുന്നു. പക്ഷേ ഒരു പോയിന്റിൽ ആള് തിരിയുന്നൊരു ട്വിസ്റ്റ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. സോ ആ ഒരു റെഫറൻസ് ആദ്യം മനസ്സിലായി. അത് തന്നെ, അത് എല്ലാം അങ്ങനെ പർപ്പസ്ഫുള്ളേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു റിയാക്ഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിരുന്നു. ഒരു പയ്യൻ അവൻ സിനിമ കണ്ടിട്ട് ഇരുന്ന് കരയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടായിരുന്നു? കണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഒരു തവണ തിയേറ്റർ വിസിറ്റ് പോയി 2 ദിവസം മുന്നേ, മൺഡേ ആണെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ കുറേ കുട്ടികൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നല്ലോ. അപ്പം എനിക്ക് ശ്രീകാന്ത് മുരളി അതിൽ ജഡ്ജായിട്ട് അഭിനയിച്ച ശ്രീകാന്തേട്ടൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഇവനിങ്ങനെ ഏങ്ങളടിക്കുന്ന ശബ്ദം ശ്രീകാന്തേട്ടന് കേൾക്കാം. സെൽഫി എടുക്കാൻ വന്നപ്പോൾ അപ്പം അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല, ഇതിൻ്റെ ചരിത്രമോ ഒന്നും അറിയില്ല, ഏത് സമരമാണെന്നോ ഇത് ആരാണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ എന്നിട്ട് ആ സിനിമ കണക്റ്റായി. പ്രത്യേകിച്ച് ആ ഈ സിനിമയിലെ അവസാനത്തെ ഇമോഷൻസ് ഒക്കെ കണക്റ്റായി എന്നുള്ളതാണ് മനസ്സിലായി. ഇതിന് അവസാനം ബാക്കിയുള്ള, അതായത് ഒരു പ്രോപ്പർ ക്ലൈമാക്സ് കൊടുക്കാതെ ആളുകൾക്ക് ചിന്തിക്കാനായിട്ടുള്ള ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഗ്യാപ്പ് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ കുട്ടികളുടെ കരച്ചിലൊക്കെ ഭയങ്കര ജെന്യുവിനാണല്ലോ, അവർക്ക് അങ്ങ് കരഞ്ഞു പോകുന്നതാണല്ലോ. അതെ, ശരിയാണ്. അത് സിനിമയുടെ ഒരു മാജിക്കാണ്. നമ്മുടെ സിനിമയെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ടോട്ടലി സിനിമ എന്ന് പറയുന്ന മീഡിയത്തിന്റെ ഒരു. പത്രപ്രവർത്തനത്തിൽ നിന്ന് ഒരു തിരക്കഥാകൃത്തിലേക്കുള്ള യാത്ര എങ്ങനെ പോകുന്നു? പത്രപ്രവർത്തനത്തിലേക്ക് വഴിതെറ്റിയെത്തിയ ആളാണ് ഞാൻ ബേസിക്കലി കഥാകൃത്തായിട്ടൊക്കെ തന്നെ നിൽക്കാൻ തന്നെയാണ് അന്നും ഇന്നും ഒക്കെ താല്പര്യം. പക്ഷേ ജീവിക്കണമല്ലോ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ ജേർണലിസമാണ് പഠിച്ചത്. അങ്ങനെ ജേർണലിസം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജേർണലിസ്റ്റ് ആയാലേ പറ്റുള്ളൂ. ജേർണലിസ്റ്റായി പിന്നീട് 1-2 തവണ രാജിയൊക്കെ വെച്ച് വീണ്ടും പോയി, വീണ്ടും വന്ന് അങ്ങനെ ലാസ്റ്റ് പിന്നെ ഷട്ടർ ഇട്ടു, പരിപാടി നിർത്തി, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. തിയേറ്ററിൽ സിനിമ കണ്ടപ്പോൾ ആ ഒരു ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? സിനിമ ഒരുപാട് തവണ കണ്ടായിരുന്നു. അതായത് ഡബിൽ കണ്ടു, ആദ്യം ഫസ്റ്റ് കട്ട് കണ്ടു, ആ സ്പോട്ട് കണ്ടോണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാ ദിവസവും. ഡബ് അതിന്റെ ഫസ്റ്റ് കട്ട് കണ്ടു. തിയേറ്ററിൽ സത്യം പറഞ്ഞാണല്ലോ, ഞാനും എൻ്റെ രാജ്യം ഞങ്ങളെല്ലാം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാണ് കയറുന്നത്. അതിന്റെ തൊട്ട് തലേ ദിവസം ഞങ്ങൾ കണ്ടു. അന്ന് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻ തോന്നില്ല, എൻ്റെ അതിനും. പക്ഷെ നമുക്കെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇത് ഇമോഷണലി ടച്ച് ആവും, നമുക്ക് ഉള്ളിലൊരു കനം ഉണ്ടാവും, തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സിനൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഡേ കണ്ട ആളുകളുടെ റെസ്പോൺസ് കണ്ടപ്പോൾ നമുക്ക് കുറച്ചൊന്ന് അതിശയം തോന്നി. എനിക്ക് തോന്നി ഇത്രയധികം ഇമോഷണൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോയെന്ന്. പക്ഷെ പിന്നീട് അങ്ങനത്തെ റെസ്പോൺസാണ് മൊത്തം വന്നത്. ആൾ ഭയങ്കര ടൂ മച്ച് ഇമോഷണലായി എന്നുള്ളതാണ്. അതായത് സിനിമയ്ക്ക് ചിലപ്പോൾ പറ്റുന്നൊരു എന്താ പറയാ, ഒരു മാജിക്കാണത്, കഥാർസിസ് എന്തോ അല്ലേ അതിന് പറയാ. ഒരൊറ്റ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിക്കുകയാണ്. വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദയാണ്. താങ്ക് യു സോ മച്ച്.